ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ ഇങ്ങനെ അർത്ഥവത്താക്കുകയാണത്. റോണ്ടി പോഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം 42 വയസ്സ് വരെ ആകെ ജീവിച്ചത്. 41-ാമത്തെ വയസ്സിലാണ് കണ്ടെത്തിയത് ശരീരത്തിനകത്ത് 20 ട്യൂമറുകളുണ്ട്. വലിയ ജീവിച്ചിരുന്നെങ്കിൽ വലിയ സംഭാവനകൾ ശാസ്ത്രത്തിന് ആയിരുന്ന ആളാണ്. ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു കോളേജിലെ ലെക്ചറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ട്യൂമറാണ് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. സാധാരണ അവിടുന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ റിട്ടയർഡായി പോകുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തും. അതാണ് ദ ലാസ്റ്റ് ലെക്ചറർ. ആ പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത് 41-ാമത്തെ വയസ്സിലാണ്. ആ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 2008 സംഭവം. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. 2009 അത് പുസ്തകമായിട്ട് ഇറങ്ങി, മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അന്ത്യപ്രഭാഷണം എന്നാണ് അതിൻ്റെ പേര്. 2009 ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ട് അത് മാറി. അടുത്ത ഏതൊരു നിമിഷവും മരിച്ചു പോകാം എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കിന് വല്ലാത്ത ശക്തിയുണ്ടോ അല്ലേ? ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരായിരിക്കും എന്നറിയാം. നാളെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു തടവുപുള്ളിയായിരിക്കും. അയാൾക്കറിയാം നാളെ ഞാൻ മരിക്കുമെന്ന്. അയാൾക്ക് അയാളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസുകാരനോട് പോലും സ്നേഹം തോന്നും. അയാളെ ഇങ്ങനെ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരോട് പോലും അയാൾക്ക് സ്നേഹം തോന്നും. ആ രാത്രിയിൽ അയാൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളോടും അയാൾക്ക് സ്നേഹം തോന്നും. കാരണം അയാൾക്കറിയാം നാളെ ഞാനത് കേൾക്കില്ല. അയാൾ പറയുന്ന ഓരോ വാക്കിനും അത്രയേറെ ഗൗരവം ഉണ്ടാവും. അതുകൊണ്ടാണ് വസിയത്തുകൾക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത് അല്ലേ? മലയാളത്തിൽ വസിയത്ത് തന്നെയാണല്ലോ പറയാ. EMSന്റെ വസിയത്ത് എന്നൊരു പുസ്തകം പോലും ഉണ്ട്. റോണ്ടി പോഷിൻ്റെ വസിയത്തായിരുന്നു ശരിക്കും ആ പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കലല്ല, വേറെ ഒരു മനുഷ്യൻ്റെയെങ്കിലും സ്വപ്നത്തിന് നമ്മളിങ്ങനെ കൂട്ടു നിൽക്കുന്നതിൻ്റെ മഹത്വമാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്നത്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം, തീർച്ചയായും എത്തണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മൾ എത്ര ജയിച്ചു കയറുമ്പോഴും തോറ്റ മനുഷ്യനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്.